അപ്പം ഞാൻ മാധവനോട് പറഞ്ഞു, ഞാൻ ഇതുപോലെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോവാണ്, എനിക്കിത് കിട്ടുവാണെങ്കിൽ ഞാൻ വരും, ഞാൻ ഉറപ്പായിട്ട് മാധവനെ വന്ന് കാണും എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ആദ്യത്തെ റൗണ്ട് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു. എനിക്കും നല്ല വിശ്വാസം ഉണ്ടായിരുന്നു, കാരണം എനിക്കൊരു മെറിറ്റ് ഉണ്ടായിരുന്നു, എനിക്ക് നല്ല ലാംഗ്വേജ് ഉണ്ടെന്നുള്ളത്. അപ്പോൾ എനിക്കത് വലിയൊരു ഇതായിട്ട് തോന്നില്ല. ഞാൻ വിചാരിച്ചു നോക്കി ഇത് ഞാൻ ക്ലിയർ ആവും എന്നുള്ള മൈൻഡിലായിരുന്നു. പക്ഷേ ഇൻ്റർവ്യൂ സ്റ്റാർട്ടായപ്പം നെറ്റ് ഇഷ്യൂസ് വന്നു. ഞാൻ പറയുന്നത് അവർക്ക് കേൾക്കുന്നില്ലായിരുന്നു. അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഞാൻ പറയുന്നതാണെങ്കിൽ അതൊട്ട് ക്ലിയറും അല്ലായിരുന്നു. എനിക്കറിയാത്ത രീതിയിലാണ് ഞാനത് പറഞ്ഞുകൊണ്ടിരുന്നത്. സോ എനിക്ക് മനസ്സിലായി എനിക്കിത് കിട്ടത്തില്ല എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ അന്ന് എനിക്കറിയില്ലായിരുന്നു ഈ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നുള്ള കാര്യങ്ങളൊന്നും എനിക്ക് കിട്ടത്തില്ല. ഞാൻ ഉറപ്പിച്ചു. പക്ഷേ പിറ്റേന്ന് അവരെന്നെ വിളിച്ചു പറഞ്ഞു ഇൻ്റർവ്യൂവിന് സെലക്ട് ആയിട്ടുണ്ട്, സെക്കൻഡ് റൗണ്ട് അറ്റൻഡ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മാധവനോട് പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഇവിടെ വന്നു, മാധവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതുപോലാണ്, എനിക്കൊരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട്, സെക്കൻഡ് റൗണ്ട് ഉടനെ ഉണ്ട്, മാധവ് വേണം എന്നെ അതിൽ ജയിപ്പിക്കാൻ, എനിക്ക് വേറെ വഴിയില്ല, എനിക്കിതിലൂടെ എനിക്ക് രക്ഷപ്പെടണം, എനിക്ക് രക്ഷപ്പെട്ടേ പറ്റൂ എന്ന് ഞാൻ മാധവനോട് പറഞ്ഞു. അങ്ങനെ ഞാൻ വന്ന് പറഞ്ഞു, ഇവിടെ തിരക്കിയപ്പോഴാണ് ഇതുപോലെ ഉടമ്പടി കാര്യങ്ങളുള്ളതായിട്ടൊക്കെ എന്നോട് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഇൻ്റർവ്യൂ കഴിഞ്ഞ ഉടനെ ഞാൻ വരും കേട്ടോ, ഉടമ്പടി എടുക്കാൻ വരും എന്ന് ഞാൻ പറഞ്ഞു. പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് നന്നായിട്ട് എനിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റി. എനിക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു, എല്ലാം എനിക്ക് നന്നായിട്ട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി. ആ ഇൻ്റർവ്യൂവറും നല്ല ഹാപ്പി ആയിരുന്നു. എനിക്ക് നല്ല സന്തോഷമായി. പിറ്റേന്ന് റിസൾട്ട് വന്നു, എനിക്ക് കിട്ടി, ഇൻ്റർവ്യൂ പാസ്സായി. അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടി എടുക്കാൻ വരാനായിട്ട് നോക്കുമ്പോഴൊന്നും എനിക്ക് പറ്റുന്നില്ലായിരുന്നു. ഒരുപാട് തടസ്സങ്ങളായിരുന്നു. നാളെ വരാമെന്ന് വിചാരിക്കുമ്പം പെട്ടെന്ന് അച്ഛന് വയ്യാണ്ടാവുക, എനിക്ക് വരാൻ പറ്റുന്നില്ലായിരുന്നു. എനിക്ക് ഭയങ്കര സങ്കടമായി. അപ്പോഴും ഞാൻ പക്ഷേ പ്രാർത്ഥനയും അപ്പോഴും ഈ ഡെയിലി ബ്രെഡൊക്കെ കൂടുമായിരുന്നു. അപ്പം അത് കഴിഞ്ഞപ്പോൾ ഞാൻ അടുത്ത് കാണുന്നൊരു സ്വപ്നം എന്ന് വെച്ചാൽ ഞാൻ കൃപാസനത്തിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണ്. അപ്പം എൻ്റെ ഫ്രണ്ടിലൊരു അമ്മ നിൽക്കുന്നു, ബ്ലൂ ആൻഡ് വൈറ്റ് കളർ ഡ്രസ്സിട്ട്. പുള്ളിക്കാരി എൻ്റെ കയ്യിലൊരു ജപമാല തന്നു. എന്നിട്ട് എൻ്റെ കവിളി തട്ടി. എനിക്ക് ഞാൻ ഉറക്കത്തിൽ കിടന്ന് ഭയങ്കരമായിട്ട് കരയാണ് സന്തോഷം കൊണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി മാധവ് പോന്നോ എന്ന് പറയുകയാണെന്ന്. ഞാൻ അങ്ങനെ ആ ആഴ്ച തന്നെ ഞാൻ വന്നു. മെയ് 19, 2025 ഞാനിവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഈ രാവിലെ 5:30 പ്രാർത്ഥിക്കേണ്ടത് എന്നൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷേ ഞാൻ ഈ 5:30 എന്ന് പറഞ്ഞാൽ കണ്ടിട്ടില്ലാത്ത ഒരാളാണ്. എനിക്കറിയത്തില്ല ഞാൻ എങ്ങനെ ഈ 5:30 എണ്ണിച്ച് പ്രാർത്ഥിക്കുമെന്ന്. ഞാനത് മാധവനോട് പറഞ്ഞു, എങ്ങനെ ഞാൻ ഈ 5:30 എണ്ണിക്കുന്നേ എനിക്കറിയില്ല എന്ന് പറഞ്ഞു. പക്ഷേ അന്നേ തൊട്ട് ഇന്നേ വരെ എല്ലാ ദിവസവും ഞാൻ കറക്റ്റ് 5:30 തന്നെ പ്രാർത്ഥന കൂടും. ഞാൻ അലാറം കേട്ടില്ലെങ്കിൽ പോലും ഞാനത് എണ്ണിച്ച് പ്രാർത്ഥന കൂടിയിരിക്കും. അങ്ങനെ ഇൻ്റർവ്യൂ കഴിഞ്ഞു. എൻ്റെ വർക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്തിട്ടായിരുന്നു ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത്. വർക്ക് പെർമിറ്റ് വരാൻ 4 മാസം അല്ലെങ്കിൽ ഒരു മിനിമം ഒരു 1.5-2 മാസം എടുക്കുമെന്ന് പറഞ്ഞു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് 7-ൻ്റെ അന്ന് എനിക്ക് എൻ്റെ വർക്ക് പെർമിറ്റ് വന്നു. 1 മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് എൻ്റെ വർക്ക് പെർമിറ്റ് കിട്ടി. പിന്നെ ഞാൻ അടുത്ത് കാണുന്ന സ്വപ്നം, ഞാൻ എൻ്റെ അമ്മയോട് പറയാണ് മാതാവ് ഇതുപോലെ 14-20 എന്ന് 2 ഡേറ്റ് പറഞ്ഞു, എനിക്ക് എന്താണെന്ന് അറിയില്ല എന്ന്. അപ്പം എനിക്കിങ്ങനെ പെട്ടെന്ന് മനസ്സിലാവില്ല. അപ്പം ഞാൻ തന്നെ